കെ സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെ എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വവും മത്സരിക്കുമെന്ന് ഉറച്ച് കെ സുധാകരനും നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. രാവിലെ ഡൽഹിയിലെത്തിയ കെ സുധാകരൻ ഇന്ന് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കെ സുധാകരൻ ഇന്ന് തയ്യാറായില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നും കെ സുധാകരൻ പാർട്ടിയെ അനുസരിക്കുന്ന വ്യക്തിയാണെന്നും ബെന്നി ബെഹനാൻ MP പ്രതികരിച്ചു. ഇന്നുണ്ടാവുന്ന ആളിലെ പട്ടിക അതിന്റെ ചർച്ചയിൽ പങ്കെടുത്ത KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞു ഇന്ന് പട്ടിക ഉണ്ടാവുന്നതാണ്. ഞങ്ങളും നിങ്ങളെപ്പോലെ ഇന്ന് പട്ടിക ഉണ്ടാവുന്നത് കാത്തിരിക്കുകയാണ്. കെ സുധാകരൻ എത്തിയിരിക്കുന്നതെന്ന് AICC നേതാക്കന്മാരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ വെച്ചാൽ തീരുമാനം ഉണ്ടാകും. ഇപ്പം സുധാകരൻ പാർട്ടിയെ അനുസരിക്കുന്ന വ്യക്തിയാണ്. പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും സുധാകരൻ അനുസരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ പരിസ്ഥിതിയിൽ പിണറായി വിജയൻ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ ഒരു കാരണവശാലും സുധാകരൻ അംഗീകരിക്കില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനിയാന്നാണ് തീയതി പ്രഖ്യാപിച്ചത്. ഒരു ദിവസം കഴിഞ്ഞു. ഇന്ന് പട്ടിക പ്രഖ്യാപിക്കും. നാളെ തൊട്ട് എല്ലാവരും രംഗത്തിറങ്ങും. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ കെ സുധാകരനുമായി സംസാരിച്ചു. കെ സുധാകരൻ വഴങ്ങാത്തത് നേതൃത്വത്തെ കുഴയ്ക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും കെ സുധാകരന്റെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിനീത, സത്യത്തിൽ രണ്ട് പേരുടെ പേരുകളാണ് സജീവമായി MPമാരുടെ പേരുകൾ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടത്. ഒന്ന് കെ സുധാകരനാണ്, മറ്റൊന്ന് കോന്നിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന അടൂർ പ്രകാശിൻ്റെതാണ്. അവിടെ ഈ രണ്ട് നേതാക്കളെയും അനുനയിപ്പിക്കാൻ പാടുപെടുകയാണോ ഹൈക്കമാൻഡ്, അതോ കെ സുധാകരന് മാത്രമാണോ ഇത്തരം ഒരു കടുംപിടുത്തമുള്ളത്? കാരണം കണ്ണൂരുമായുള്ള അദ്ദേഹത്തിന്റെ വൈകാരികമായ ബന്ധം, അതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിതുമ്പിക്കരയുന്നത് നമ്മൾ കണ്ടു. കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാകാൻ സർവ്വതാ സന്നദ്ധനായിക്കൊണ്ടാണ് കെ സുധാകരൻ നിൽക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ടോ നേതൃത്വത്തിന് മുന്നിൽ, അതോ അനുനയത്തിന്റെ പാതയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് കെ സുധാകരനെ അനുനയിപ്പിക്കാൻ പാടുപെടുന്നത് കൊണ്ടാണോ? എന്താണോ ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ? കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരുമായി വളരെ അടുത്ത ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും കണ്ണൂരിൽ നിന്ന് താൻ മത്സരിക്കുമെന്നൊക്കെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കമാൻഡിനെ അടക്കം സമീപിച്ചിട്ടുമുണ്ടായിരുന്നു, നേതൃത്വത്തെ അടക്കം സമീപിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ സുധാകരന് പിന്നാലെ തന്നെ 5ലധികം MPമാർ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ മത്സര സന്നദ്ധത അറിയിച്ചതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പത്തിലേക്കും ഒപ്പം തന്നെ ഈ പ്രതിസന്ധിയിലേക്കും അടക്കം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അടൂർ പ്രകാശുമൊക്കെയായി നേതൃത്വം ആശയവിനിമയം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കളുമൊക്കെയായി സംസാരിക്കുമ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് അടക്കം നമുക്ക് ലഭ്യമാവുന്ന വിവരം അതുതന്നെയാണ്. നിലവിൽ MPമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല, അത് കെ സുധാകരനും അടൂർ പ്രകാശിനും അടക്കമുള്ള MPമാർക്ക് നിലവിൽ സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് KPCC നേതൃത്വം എടുത്തിരിക്കുന്ന അന്തിമമായിട്ടുള്ള തീരുമാനം. അക്കാര്യം ഇന്നലെ മല്ലികാർജുൻ ഖർഗെയുമായും രാഹുൽ ഗാന്ധിയും ഒക്കെയായി നടത്തിയ കൂടിക്കാഴ്ചയിലും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ KPCC നേതൃത്വം എടുത്തിരിക്കുന്ന അതേ നിലപാടിനെ അംഗീകരിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെയും തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ സുധാകരനോട് തിങ്കളാഴ്ച ഈ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്നാണ് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അദ്ദേഹം തിങ്കളാഴ്ച എത്തിയിട്ടുണ്ടായിരുന്നില്ല. പകരം ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും മാധ്യമങ്ങളുമൊക്കെയായി അദ്ദേഹം ഒരു പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തിന് കണ്ണൂരുമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. തനിക്ക് മത്സരിക്കണം, കണ്ണൂരിൽ നിന്ന് തന്നെ തനിക്ക് മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഉള്ളത്. ഇന്ന് രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്താം. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു അനുനയത്തിനുള്ള ഒരു ശ്രമം തന്നെയാണ് ഉള്ളത്. ഒപ്പം സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അദ്ദേഹം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കളടക്കം പറയുന്നത്. അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സ്വതന്ത്രമായി മത്സരിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്കോ അദ്ദേഹം കടന്നേക്കില്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉറപ്പ് നമ്മൾ പല നേതാക്കളുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് അദ്ദേഹം പാർട്ടിയെ അനുസരിക്കുന്ന നേതാവാണ്, എക്കാലത്തെയും കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവാണ്. അദ്ദേഹം പാർട്ടി അനുസരിക്കും, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം അദ്ദേഹം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നേതാക്കൾക്കുണ്ട്. പക്ഷേ അതേസമയം നിലപാടിൽ ഉറച്ചു തന്നെയാണ് താനെന്നാണ് സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴും തനിക്ക് മത്സരിക്കണമെന്നൊരു ആവശ്യം തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക. അല്ലെങ്കിൽ പിന്നീട് അനുനയ ശ്രമങ്ങളുമായി നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് രീതിയിൽ സുധാകരൻ ആ ശ്രമങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അനുനയ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖർഗെ സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
ഇന്ന് അതിനുശേഷമാണ് പിന്നാലെയാണ് അദ്ദേഹം ഇതാ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പട്ടിക ജിക സൂചിപ്പിച്ചതുപോലെ അത് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അക്ബർ റോഡിലുള്ള AICC ആസ്ഥാനത്താണ്. രാവിലെ 11:30 നേതാക്കൾ ഇവിടെ എത്തിച്ചേരും. ശേഷം ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. പിന്നാലെ പട്ടിക പുറത്തുവിടാനാണ് ധാരണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.